ഐ തിങ്ക് ഐ വാസ് നോട്ട് ബോൺ ബട്ട് ഡൗൺലോഡഡ്. സംശയമാണ്, ഞാൻ ജനിച്ചാണോ അല്ല ബാപ്പി ഉമ്മി എന്നെ ഡൗൺലോഡ് ചെയ്താണോ? നമുക്കെന്നെ സംശയമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പെറ്റ് വീണപ്പോഴേ, കാരണം നമ്മൾ കാണുന്ന ലോകം ഇതാണ്. ഡൗൺലോഡ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, അല്ലേ? ഇതാണ് നമ്മൾ കാണുന്ന ലോകം. ശരി, ഓക്കെ. ഇത് പിന്നെ റിയൽ ലൈഫിൽ കാണുന്ന ചില ചിത്രങ്ങളാണ്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താണ്. ഒരു കുട്ടി റിയൽ ലൈഫിൽ വന്നിട്ട് ഒരു പാമ്പിനെ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റുന്നു. ആ പാമ്പ് വളരെ ശാന്തമായിട്ട് കഴുത്തിൽ ആദ്യ സമയത്ത് നിൽക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആ പാമ്പ് എന്ത് ചെയ്തു? ആ കുട്ടിയെ കൊത്തിക്കളഞ്ഞു. ഗുരുതരമായിട്ടുള്ള പരിക്കോട് കൂടിയിട്ട് ആ കുട്ടി രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ അതിൻ്റെ സൈറ്റിലൊക്കെ പോയപ്പോൾ കണ്ടത്. ഏതായിരുന്നാലും ആ കുട്ടി രക്ഷപ്പെട്ടു എന്നാണ്. പക്ഷെ വളരെ ഗുരുതരമായ പരിക്കോട് കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ അഡ്വഞ്ചർ, ഒരു സാഹസികത ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പ്രായം കൂടിയാണ് ഇത്, നമ്മുടെ ഈ പ്രായം. ശരി, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ ഒരു കാഴ്ച. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരുമിച്ച് കിടക്കുന്ന ആൾക്കാർ പരസ്പരം അവർ വേറെ ലോകത്താണ്, അല്ലേ? ചിലപ്പോൾ നമ്മൾ ഈ മകന് ഈ ഫേസ്ബുക്കിൽ കയറിയിട്ട് ഇങ്ങനെ ലൈവ് ഇടും. ഫേസ്ബുക്കിൽ ലൈവിൽ ഇടുന്ന സമയത്ത് ആ മഞ്ജു കയറി, അല്ലെങ്കിൽ അശോകൻ കയറി, ആ കാദർ വന്നു, ഉമ്മർ വന്നു, ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹലോ ഗായ്സ് കമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ കയറുന്നു, ലൈക്ക് ഇടുന്നു, പല ചിഹ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ബാപ്പ ഇങ്ങനെ കയറി വന്നിട്ട്, എടാ എന്നെ കാണണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി വരണല്ലേ, നിന്നെ കാണണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി വരണല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ്. നെക്സ്റ്റ് വൺ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണ ഉപ്പ, അതേപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണ മക്കൾ ഒരേ ടേബിളിലാണെങ്കിലും പരസ്പരം അവർ സംസാരിക്കുന്നില്ല, കാണുന്നില്ല, പങ്കുവെക്കുന്നില്ല. ഓക്കെ, ശരി. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്, എല്ലാവരും ഒരുമിച്ച് ഒന്ന് ഓതി നോക്കിയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തകൂനു കല്ലദീന നസുല്ലാഹ. നിങ്ങൾ അള്ളാഹുവിനെ മറന്നു കളഞ്ഞ ആളുകളെ പോലെ നിങ്ങൾ ആയിത്തീരാൻ പാടില്ല, അല്ലേ? ചിലപ്പോൾ നമ്മളോട് പറയല്ലേ, പടച്ചോനെ മറന്ന് കളിക്കരുത് കേട്ടോ. എന്താണ് പടച്ചോനെ മറന്ന് കളിക്കരുത് എന്ന് പറയും. രണ്ടാമത് എന്താ? അൻസാഹും അൻഫുസഹും. മാത്രമല്ല, നിങ്ങൾ സ്വയം മറക്കാൻ പാടില്ല, സ്വയം മറക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. ഞാനെന്താ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഇന്നത്തെ പാളി, ഇന്നത്തത് പാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. ഉമ്മ വന്ന് കഥക് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഇപ്പം വിളിക്കേണ്ട, ഇപ്പം ഭ്രാന്താന്ന് പറയും. ഇപ്പം വിളിക്കേണ്ട, ഇപ്പോൾ ഭ്രാന്താണെന്ന് പറയും. അൻസാഹും അൻഫുസഹും. അവർ സ്വയം തന്നെ അവർ മറന്നു കളയുന്നു. പിന്നെയോ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഉലായിക ഹുമുൽ ഫാസിഖൂൻ, അവർ അവിവേകികളാണ് എന്നാണ് ആര് പറയുന്നത്? വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആരെ മറക്കാൻ പാടില്ല? അള്ളാഹുവിനെ മറക്കരുത്, പിന്നെ സ്വയം മറന്നു കളയാൻ നമ്മൾ പാടില്ല. കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, 6 ചോദ്യങ്ങൾ ചോദിക്കും. ഈ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തണം. റെഡി? യെസ് ഓർ നോ ഓർ എക്സ്പ്ലനേഷൻ എന്തായാലും വേണ്ടിയില്ല. നോക്കല്ലേ, റെഡിയല്ലേ? ഒന്നാമത് ചോദ്യം, ഇപ്പോൾ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാനുള്ള പുണ്യങ്ങൾ, നന്മകൾ, അമലു സ്വാലിഹാത്ത് നിങ്ങളെ കയ്യിലുണ്ടോ? ആർക്കൊക്കെ സ്വർഗത്ത് പോകണം? ഒന്ന് കൈ പൊക്കിക്കേ. എനിക്കെന്തായാലും പോകണം. ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണം? അത് ശരി, എല്ലാവർക്കും പോകണോ? എന്നാൽ കൈ എത്തിക്കോളൂ. എന്നാൽ ഈ ചോദ്യത്തിന് അത് ശരിയാണല്ലോ, സ്വർഗത്തിൽ പോകാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടാണ് നമ്മൾ ഹൈസെക്കിന് വന്നത്, അല്ലേ? സിമ്പിൾ അല്ലേ? ദാറ്റ്സ് കറക്റ്റ്. റെഡി? എങ്കിൽ ചോദ്യം ഇതാണ്, ആ സ്വർഗത്തിൽ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പോകാനുള്ള സൽക്കർമ്മങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ എത്ര? ഇനി എത്ര ഉണ്ടാക്കണം, അല്ലേ? ഒരു കമ്പനി ഓടുന്ന സമയത്ത് എത്ര വേണടാ? 500, 350 ആയിട്ടുള്ളൂ. ഇനി എത്ര വേണം 500ലേക്ക്? 150 വേണം. കുറച്ചുകൂടി വേണ്ടേ? ശരി, ആൻസർ കിട്ടിയോ? നെക്സ്റ്റ്, നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് അത് നിങ്ങളെ ഇപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. യെസ് ഓർ നോ? ഉണ്ടോ? 1, 2, 3, 4 അല്ല, ഒരുപാട് തെറ്റുകൾ. ഒരുപക്ഷെ ആരും പറഞ്ഞു തരാനില്ലാത്ത സമയത്ത്, ആരും പഠിപ്പിച്ചു തരാനില്ലാത്ത ഒരു സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല, ഈ ദീനി വിഷയങ്ങളൊന്നും പഠിപ്പിക്കാനോ പറഞ്ഞു തരാനോ ഒരാളില്ലാത്ത സമയത്ത് പറ്റിപ്പോയിട്ടുള്ള ചില തെറ്റുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിങ്ങനെ നമ്മളെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഹാക്ക ഫി നഫ്സിക്ക്, നിൻ്റെ മനസ്സിലൊരു ചൊറിച്ചിൽ, ഒരു അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തത്,
ഒന്ന് ഉച്ചത്തിൽ വായിച്ചേ. കഴിഞ്ഞ ഒരു മാസത്തെ നിങ്ങളുടെ ഉറക്കവും എഴുന്നേൽക്കലും ഇസ്ലാമികമായി തൃപ്തിപ്പെടാൻ പറ്റുന്നതാണോ? ഉറങ്ങി എഴുന്നേറ്റു, ഉറങ്ങി എഴുന്നേറ്റു. ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്തായിരുന്നു? ശരി, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. പക്ഷേ നമ്മുടെ ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നല്ല കാമൻ ക്വയറ്റായി ദുആക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അതിനെല്ലാ സുന്നത്തുകളൊക്കെ ചെയ്തിട്ടാണോ നമ്മൾ ഉറങ്ങുന്നത്? എഴുന്നേൽക്കുമ്പോഴും അങ്ങനെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അത് തൃപ്തിയുള്ളതാണോ? റെഡി? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 4th one, നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ ഉണ്ടായത്? ആലോചിച്ച് നോക്ക്. ഉമ്മ എന്നെ കൊണ്ട് ഒരുപാട് ഉപകാരം, അൽഹംദുലില്ലാ. ഉമ്മ ഇപ്പം എങ്ങനെ സന്തോഷിക്കുന്നുണ്ടാവും. ഉപ്പ, സിസ്റ്റർ അല്ലേ, ഏട്ടനും അനുജത്തിയും ഭയങ്കര മുടി പിടിച്ച് വലിച്ച് അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് അല്ലേ, എന്തൊക്കെ പറഞ്ഞാൽ നമുക്കിടെ ഒരു സ്നേഹമില്ലേ, ഒരു ബോണ്ടിങ് ഇല്ലേ? എത്ര തന്നെ ഉമ്മ ഓ എന്നെ കാട്ടിയോ എന്നെ തല്ലി എന്ന് പറഞ്ഞാലും നമ്മൾ തമ്മിൽ എന്തുണ്ട്? ഒരു ആത്മബന്ധമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ ഉണ്ടായിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള ഈ ശരീരം, അതേപോലെ അള്ളാഹു നൽകിയിട്ടുള്ള കഴിവ്, ഓരോ അനുഗ്രഹം കൊണ്ട് അത് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനമാണ് നമ്മളെ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു. ഈ 4ാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നീട് നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്തിനെക്കുറിച്ച്? അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ പള്ളിയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, രാത്രി 1 മണിയാവുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ യാദൃശ്ചികമായിട്ടൊരു സ്ത്രീ ഒരു 12:30 1 മണിയാവുന്ന സമയത്ത് എന്ത് ചെയ്തു? ഓട്ടോക്ക് കൈ കാണിച്ചു. അപ്പോൾ വീട്ടിലേക്ക് ഇനി ഏകദേശം ക്ഷീണിച്ച് മടുത്തിട്ടുണ്ട്, വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം. അപ്പോൾ ഏതായാലും വണ്ടി നിർത്തണോ വേണ്ടേ എന്നുള്ള സംശയത്തോടു കൂടി ഏതായിരുന്നാലും ബ്രേക്ക് ചവിട്ടി. എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭർത്താവിന് സുഖമില്ല, ഒരു അമുസ്ലിം ഫാമിലിയാണ്, ഭർത്താവിന് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വണ്ടി ആരും നിർത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായിരുന്നാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭർത്താവിനെ ഓട്ടോറിക്ഷയെ കയറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഈ സ്ത്രീയുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ വേഗം മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അല്പം സീരിയസ് ആണ്. മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇദ്ദേഹം തന്നെ, നമ്മുടെ ഒരു ഇസ്ലാഹി പ്രവർത്തകൻ, ഇദ്ദേഹം മരുന്ന് വാങ്ങിച്ചു, ഇദ്ദേഹത്തിൻ്റെ പണം തന്നെ കൊടുത്തു. അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു. പുലർച്ചെ 6 മണിയായ സമയത്ത് എൻ്റെ ഈ സുഹൃത്ത്, നമ്മുടെ ഇസ്ലാഹി പ്രവർത്തകൻ പറഞ്ഞു, ഇനി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകട്ടെ എന്ന് പറയുന്ന സമയത്ത് ആ സ്ത്രീ തിരിച്ചു നൽകിയിട്ടുള്ള മറുപടി, നിങ്ങളോട് വലിയ നന്ദിയുണ്ട് കേട്ടോ, പല വാഹനങ്ങളും നിർത്താതെ പോയി, ഒരു പക്ഷേ രാത്രിയിൽ കൈ കാണിച്ചതുകൊണ്ടായിരിക്കാം, പക്ഷെ പല വാഹനം നിർത്താതെ പോയിട്ടും നിങ്ങൾ നിർത്തിയല്ലോ, നിങ്ങളൊരു മുസ്ലിമാണല്ലേ എന്ന് ചോദിച്ചു. എന്താണ്? നിങ്ങളൊരു മുസ്ലിമാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞു, അതെ എൻ്റെ പേര് ഇതാണെന്ന് പറഞ്ഞു. ഞാൻ പേര് പറയുന്നില്ല, ഇതാണ് എൻ്റെ പേര്. ഏതായിരുന്നാലും നിങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ് വലിയ മനസ്സുള്ളതെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സുഹൃത്ത് പറയാണ്, ഞാനെങ്ങാനും ആ വാഹനം നിർത്തിയിട്ടില്ലെങ്കിൽ ആ നന്മ ചെയ്യാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. 1. 2, പടച്ചവൻ ഒരു മുസ്ലിം എന്ന നിലക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയല്ലോ, അതിന് അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അവൻ പറയുന്നത്, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പടച്ചവനെ എന്നെ നിങ്ങൾ വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഖുത്ബയുടെ ആമുഖത്തിൽ ആ പറയുന്ന ഹംദും സ്വലാത്തും കഴിഞ്ഞ അവസാന സമയത്ത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാണ്.